പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈനി. ഞാൻ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഫാമിലിയിൽ ഞാൻ, ഹസ്ബൻഡ്, 2 കുട്ടികൾ. മോൻ MBA കഴിഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മോൾ BSc നഴ്സിംഗ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ബേസിക്കലി ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. 2022 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞങ്ങൾ വളരെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ പോവുകയായിരുന്നു. ആ സമയം മോൻ ജസ്റ്റ് ജോബിൽ കയറിയതുള്ളൂ, മോള് പഠിക്കുന്നു. അപ്പോൾ മുന്നോട്ടേക്ക് എങ്ങനെ എന്നുള്ളൊരു ചിന്ത വന്നു. മോൻ വീക്കെൻഡിൽ വരുമ്പോൾ എന്നോട് പറയും, മമ്മി UK പഠിച്ചതല്ലേ, മമ്മിക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, മോനു എനിക്ക് ഏജ് 55 ഉണ്ട്, ഏജ് ഓവറായി, പിന്നെ IELTS എഴുതണം, പാസ്സാവണം, ഇതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല എന്ന് ഞാൻ അവനോട് പറയും. മമ്മി ഒന്ന് ട്രൈ ചെയ്യുക എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുവൈറ്റിലുള്ള അനിയത്തി എന്നോട് പറയുകയാണ്, ചേച്ചി ഞങ്ങളും ഫാമിലി UK പോകാൻ നോക്കുന്നുണ്ട്, ചേച്ചി IELTSൻ്റെ ക്ലാസ്സിന് ഞാൻ നാളെ മുതൽ ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ചേച്ചീനെയും കൂടി ആഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇൻ കേസ് പാസ്സായാലും പോകാമെന്ന് പറഞ്ഞാൽ അത്ര വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, എൻ്റെ ഏജ് കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു. അവൾ, ചേച്ചി എന്താണെങ്കിലും എൻ്റെ ഒപ്പം ക്ലാസ്സിലിരിക്കുക എന്ന് പറഞ്ഞു. ഒരു നിയർലി 1 മന്ത് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, ചേച്ചി UK പഠിച്ച് ഇനി അധികം നാളൊന്നും ക്ലാസ്സിലിരിക്കേണ്ട, പോയി എക്സാം എഴുതി, ഞാൻ ഡേറ്റ് എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്തു. 3 മോഡ്യൂൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിനി സ്പീക്കിങ്ങിന് പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും പേ ചെയ്തല്ലേ, ചേച്ചി പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധായിരുന്നു ആ ദിവസം. ഞാൻ സ്റ്റിൽ ഐ റിമെമ്പർ ഇറ്റ് വാസ് 2022 26 മാർച്ച്. അപ്പോൾ ഞാനങ്ങനെ പോയി അവിടെ ചെന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഒരു പരിശുദ്ധ അമ്മയെ പോലെ ഇരിക്കുന്ന ഒരാളെയാണ് എനിക്ക് എക്സാമിനറായിട്ട് കിട്ടിയത്. അപ്പോൾ എൻ്റെ സ്പീക്കിംഗ് അന്ന് ഞാൻ നന്നായി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാവുകയും ചെയ്തു. പിന്നെ നമുക്കൊരു ഏജൻസിയെ കണ്ടുപിടിക്കണം, നമ്മൾക്ക് പോകണം, ഇതൊന്നും അത്ര ഈസി അല്ലെന്ന് വീണ്ടും എൻ്റെ മനസ്സിലിങ്ങനെ പറയുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊരു 35 ഏജൻസീസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറയുന്നത്, ചേച്ചി 55 ഇയേഴ്സായി, ഇൻ കേസ് ഒരു ചാൻസ് വരുവാണെങ്കിൽ ഞങ്ങൾ കൺസിഡർ ചെയ്യാം, അങ്ങനെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ അവർ ഫോൺ കട്ടാക്കും. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രയർ ഗ്രൂപ്പിൽ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈനി നിനക്ക് പോകാൻ പറ്റും, ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി, ഒരു കസിൻ സിസ്റ്റർ വഴി ചാണ്ടിഗഡിലുള്ളൊരു ഏജൻസിയുടെ കോൺടാക്ട് നമ്പർ എനിക്ക് കിട്ടുക ഫേസ്ബുക്കിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഞാനത് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 60 ഇയേഴ്സ് വരെയുള്ളവരെ വിടുന്നുണ്ട്, നിങ്ങളുടെ ബയോഡാറ്റ ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തു. അപ്പോൾ അവരെനിക്ക് 2-3 റെഫറൻസും തന്നു. അപ്പോൾ UK അവർ വിട്ട് കുട്ടികളുടെ കുവൈറ്റിൽ നിന്ന് പോയ നഴ്സസിൻ്റെ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ട് ഫോർവേഡ് ചെയ്തോ, ഒരു ജെന്യൂനാണ്, അവർ നമ്മളെ ചീറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇമെയിലും വാട്സപ്പും വഴി മാത്രമേ നമുക്ക് അറിയുള്ളൂ, വേറെ അവരെ നമുക്ക് അറിയത്തില്ല, ചാണ്ടിഗഡാണ്. അപ്പോൾ പിന്നെ എനിക്ക് നെക്സ്റ്റ് വീക്കിൽ ഇൻ്റർവ്യൂ വരുന്നു. കൃത്യസമയത്തിന് മോനും വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ കഫേയിലൊക്കെ പോയി അറ്റൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോയ്സിയാണ്, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കൃത്യസമയത്തിന് അവൻ വന്നു, ലാപ്ടോപ്പുണ്ട്, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പാസ്സായി. അപ്പോൾ ആഫ്റ്റർ 3 days ഐ ഗോട്ട് ദ ഓഫർ ലെറ്റർ. ആ സമയം എനിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് ഏക്ക്, ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ടോയ്ലറ്റ് സീറ്റിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര ഒരു സങ്കടമായി എനിക്ക്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിന്നുകൊണ്ട് ചെല്ലും. പിന്നെ ആ സമയം ഞാൻ ഒരു ഓർത്തോനെ കൺസൾട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ഡിസ്കിന് കുറേ കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞു. ആക്ച്വലി ഞാൻ കേട്ടത് പോലുമില്ല, കാരണം ഞാൻ വളരെ അപ്സെറ്റായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യേ, ഒരു MRI സ്കാൻ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഞാൻ MRI സ്കാനൊന്നും പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 ദിവസം പെയിൻ കില്ലേഴ്സ് എടുത്തു. പിന്നെ ഞാൻ ഉടമ്പടി തൈലം മാത്രമാണ് അപ്ലൈ ചെയ്തുള്ളൂ. ഒരു 5th day ആയപ്പോഴേക്കും എനിക്ക് കുനിയാൻ പറ്റുന്നുണ്ട്, എൻ്റെ ഡെയിലി റൂട്ടീൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്ന് എനിക്ക് എന്നെ സുഖപ്പെടുത്തിയിട്ട് ഇന്ന് വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. നമ്മളെ ഒരിക്കൽ ദൈവം സുഖപ്പെടുത്തില്ല, അത് ലൈഫ് ലോങ് ആണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. അതിനുശേഷം ഓഫർ ലെറ്റർ വന്നതിന് ശേഷം പിന്നെ എനിക്ക് COIS കിട്ടണം. അപ്പോൾ അത് ഡിലേ ആവണം. ആ സമയത്താണ് നമ്മുടെ ജപമാല റാലി നടക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ്, ജപമാല റാലി പോകണം, അല്ലാതെ നിവൃത്തിയിലിങ്ങനെ മാതാവ് എന്നോട് പറയുന്ന മാതിരി എനിക്ക് തോന്നുക. അപ്പോൾ ആ ഈവനിങ്ങിൽ ഞാൻ എൻ്റെ പള്ളിയിൽ, ഞാൻ മാതൃസംഘത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോടെല്ലാം കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും കൃപാസനത്തിൽ പോകണം, ജപമാല റാലിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അവരൊക്കെ ഓക്കെ ആയി. ആ സെയിം നൈറ്റിൽ ഞങ്ങൾ 2 മണിക്ക് അവിടെ നിന്ന് പോന്നു. ഇവിടെ വന്ന് ജപമാല അറ്റൻഡ് ചെയ്ത്
റാലി അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3rd ഡേ ഇതുപോലെ തന്നെ എനിക്ക് COS കിട്ടി. അങ്ങനെ UK പോകാൻ പറ്റി. അപ്പോൾ പിന്നെ ഞാൻ UK പോകുമ്പോൾ എനിക്ക് ഫാറ്റി ലിവർ grade 2 ആയിരുന്നു. അതിന് ഞാൻ ഫസ്റ്റ് ലീവിന് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു. തിരിച്ചു പോയിട്ട് സ്കാൻ ചെയ്യാമെന്ന് വിചാരിച്ച് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഫാറ്റി ലിവർ റിവേഴ്സായി. അതിപ്പോൾ നോർമലാണ്. പിന്നെ ഞങ്ങളൊരു കുറച്ച് ടൗണിൽ നിന്ന് കുറച്ച് 9 കിലോമീറ്റേഴ്സ് ദൂരെയാണ് താമസിക്കണത്, ഒരു വില്ലേജിലാണ്. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു ടൗണിനോടടുത്തൊരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്രാവശ്യം ലീവിന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല ഭവനം, തൃശ്ശൂരിനടുത്തൊരു നല്ലൊരു ഭവനം തന്ന് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ജപമാല ഉടമ്പടി വസ്തുക്കൾ വഴി ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഉടമ്പടി വസ്തുക്കൾ വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചു മറ്റുള്ളവർക്ക് കൊടുത്തും. സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് ഞാനൊരു എമൗണ്ട് ഓൾഡ് ഏജ് ഹോമിലേക്ക് എല്ലാ മാസവും കൊടുക്കും. ഇപ്പോൾ ഒരു മാസം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത മാസം അതനുസരിച്ച് കൂട്ടിക്കൊടുക്കും. പിന്നെ പണ്ട് പേഷ്യൻസൊക്കെ ആണ്ട് അടുത്താണെങ്കിലും അവർ പറയുന്നത് ലിസൺ ചെയ്യാനും ഉള്ളൊരു ഒരു പേഷ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരോട് കുറേ നേരം സംസാരിക്കും. അവർക്കും ഭയങ്കര ഹാപ്പി. അവരെ കൺസോൾ ചെയ്യാനും അവരെ കൂളാക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ രോഗങ്ങൾ അറിയുമ്പോൾ ഇപ്പോൾ എനിക്കത് നന്നായി ഫീൽ ചെയ്യും. പ്രാർത്ഥിക്കും, കൂടുതൽ പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട്. പറ്റുന്നത് പോലെ എല്ലാവരെയും, ഫ്രണ്ട്സിനെയും കൂടെയുള്ളവരെയും, ഇപ്പോൾ ഓവറായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഏതെങ്കിലും ഷിഫ്റ്റിൽ അവരെയും പോയി ഹെൽപ്പ് ചെയ്യും. എല്ലാ ഡോക്യുമെൻറ്റേഷൻ അങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ആത്മീയ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് TV ഷോസ് കാണാനോ അതിനോടൊന്നും താല്പര്യമില്ല. നമ്മൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ട്യൂസ്ഡേ തേഴ്സ്ഡേയിലുള്ളത് അറ്റൻഡ് ചെയ്യും. പറ്റുന്നിടത്തോളം പേർക്ക് ഷെയർ ചെയ്യും. പിന്നെ ജപമാല ഡ്യൂട്ടിക്ക് പോകും. ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴും ജപമാല ചൊല്ലിപ്പോവും. പിന്നെ ബൈബിള് വായിക്കാനായിട്ട് എനിക്ക് കണ്ടിന്യൂസ് അരമണിക്കൂർ ഇരുന്ന് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല, സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ കിടക്കണതിന് മുമ്പ് ഒരു 15 മിനിറ്റ്, എഴുന്നേൽക്കുമ്പോൾ ഒരു 15 മിനിറ്റ്, അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഒരു 2 ടൈംസ് ഞാൻ കംപ്ലീറ്റ് ബൈബിൾ വായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ധ്യാനം ഞാൻ എല്ലായ്പ്പോഴും ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിന്. ജപമാല, കുടുംബ പ്രാർത്ഥന ഇതെല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നു. പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ളവരത്ര ആക്റ്റീവല്ല കുടുംബ പ്രാർത്ഥനയിലും കൊന്തയിലൊന്നും. എന്നാലും ഞാൻ ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും ദൈവത്തെ അറിയുന്നവർ ഉണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാലും അവരാരും എഗെയിൻസ്റ്റ് അല്ല, ഞാൻ പറയുന്ന പോലെ ചെയ്യും, പ്രാർത്ഥിക്കാനൊക്കെ കൂടും. എന്നാലും അത്രയും ഒരു സ്പിരിച്വലി അത്രയും വളർന്നിട്ടില്ലെന്ന് മാത്രം. ഇപ്പോൾ മോന് നല്ലൊരു കമ്പനിയിൽ ഇപ്പോൾ ജോലി കിട്ടി, അവൻ ഹാപ്പിയാണ്. മോള് OET എഴുതി പാസ്സായി. അവൾ 1 ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോകണം, വിദേശത്ത് പോകണം. ഇപ്പോൾ UK റിക്രൂട്ട്മെൻറ്റ് നിർത്തി വച്ചിരിക്കുന്നതുകൊണ്ട് ഉടമ്പടിയിൽ വന്നതോടുകൂടി ആകമൊത്തം ഒരു ചേഞ്ചസ് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ദൈവവചനം അനർത്ഥമായിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരിക്കൽ കൂടി മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ്. ഇവിടെ എന്നത് ദൈവം നയിക്കുന്ന വഴിയിലൂടെ വിശ്വാസത്തോടെ ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ചുള്ള ഒരു ആത്മീയ യാത്രയാണ്. കർത്താവ് നമ്മുടെ മുൻപിൽ നടക്കും. നമുക്ക് മുൻപിൽ പുതിയ വഴികൾ തുറന്നു തരികയാണ്. നമ്മൾ കാണാത്ത അപകടങ്ങളും പ്രതിസന്ധികളും എല്ലാം മുൻപിൽ കണ്ട് ദൈവം തന്നെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മൾ പിന്നിൽ വിട്ടുപോകുന്ന കാര്യങ്ങളും ദൈവം നമ്മളെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ്. മുൻപിലും പിൻപിലും ദൈവത്തിൻ്റെ കരുതലും പൂർണ്ണമായ സ്നേഹവും മനസ്സിലാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, തിടുക്കം കൊണ്ടേണ്ട ആവശ്യമില്ല, വേഗം ഓടുകയും വേണ്ട. കർത്താവുണ്ട് നമ്മുടെ കാവൽക്കാരനായിട്ട്, നമ്മുടെ മുൻപിലും പിൻപിലുമായിട്ട്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് ഷൈനി മൈക്കിൾ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ സമയത്താണ് കൃപാസനത്തെപ്പറ്റി അറിയുകയും പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ആ സമയത്ത് എങ്ങനെയെങ്കിലും വിദേശ രാജ്യത്ത് പോയി ഒരു ജോലി ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് പരിശുദ്ധ അമ്മയോട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പക്ഷേങ്കിൽ മെറിറ്റ് നോക്കുമ്പോൾ അത് ചാൻസസ് വളരെ കുറവാണ്. കാരണം ഏജ് ഓവറാണ്. പിന്നീട്
സ്വന്തം ചേച്ചി തന്നെ വിളിക്കുകയാണ്. IELTS എക്സാം പോവുകയാണ്. ചേച്ചി തന്നെ ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകാനായിട്ട് രജിസ്റ്റർ ചെയ്യുകയും പേര് കൊടുക്കുകയും പിന്നീട് ബ്രദർ തന്നെ ഡേറ്റ് എടുക്കുകയും പിന്നീട് ആ പരീക്ഷ എഴുതാൻ പോവുകയൊക്കെയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്തോടെ എക്സാം പാസ്സാവുകയും പിന്നീട് UK പേപ്പർ വർക്ക് റെഡിയാകുമ്പോഴാണ് ഒരു വളരെ കഠിനമായിട്ട് നടുവേദന വരികയും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പുമൊക്കെ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെയും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ ആ നടുവേദനയിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയാണ്. പിന്നീട് വന്നത് ഒരു ഫാറ്റി ലിവർ ഇഷ്യൂസ് ആയിരുന്നു. അവിടെയും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്താൽ തന്നെ അവിടെയും വീണ്ടും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ആ ഉപയോഗത്തോടു കൂടി വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെയാണ് ഓരോ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആ ഫാറ്റി ലിവർ ഗ്രേഡ് 2 അവിടെ അതും പൂർണ്ണ സൗഖ്യമായി ഈശോയും അമ്മയും നൽകി അനുഗ്രഹിക്കുന്നത്, പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നത്. പിന്നീട് ഒരു ഭവനം ആഗ്രഹിച്ചിരുന്നു. അതും UK പോയതുകൊണ്ട് നമുക്കറിയാം ഭവനത്തിൽ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെങ്കിൽ അവിടെയും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് കുർബാനയ്ക്കും പള്ളിയിലൊക്കെ പോകാനുള്ള ആ സാധ്യത ഒരുക്കി ഈശോയും അമ്മയെ അനുഗ്രഹിച്ച് ഒരു ഭവനം നൽകിയത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് രോഗമായാലും, എന്ത് ജോലിയില്ലായ്മയായാലും, ഭവനമില്ലായ്മയായാലും, എന്ത് നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും ഉടമ്പടി പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുന്നത് ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിതമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ കരം പിടിച്ച് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്, കൃപാസനം അമ്മ. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മുടെ മുൻപിലും പിൻപിലും കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രശ്നങ്ങളുടെ നടുവിലും ഭയപ്പെടാതെ ജീവിതത്തിൽ വൈകി പോകുന്ന കാര്യങ്ങൾ പോലും ദൈവം ശരിയായ സമയത്ത് നമുക്ക് നൽകുമെന്നുള്ള പ്രത്യാശയോടെ നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത്, നമ്മുടെ കരം പിടിച്ച് നമ്മൾ വഴി കാണിച്ചു തരുന്നത്. ആ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്നുള്ള ഒരു കൃപയുടെ വഴിയിലൂടെ നമ്മുടെ ആത്മീയ യാത്ര നമുക്ക് മുന്നോട്ട് പോകാം. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. ഓരോ കാരുണ്യ പ്രവർത്തികൾ ആത്മീയ ജീവിതവുമെല്ലാം ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഷൈനി മൈക്കിളിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.